മൊയിലിറച്ചി ഒലത്തിയെടുക്കുന്നത് തന്നെ നോക്കാം. മൊയിലിൻ്റെ ഇറച്ചി നമ്മൾ ഒലത്തിയെടുത്താൽ മാത്രമേ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അത് നമ്മൾ കറിയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്കൊന്ന് മൊയിലിറച്ചി നമുക്ക് ഒലത്തിയെടുക്കുന്നത് തന്നെ നോക്കാം. നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. ഞാനിവിടെ 1 കിലോ മൊയിലിൻ്റെ ഇറച്ചി എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ചെറിയ പീസായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കാണ്. ഈ മൊയിലിറച്ചി നമ്മൾ ഒലത്തിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ മൊയിലിൻ്റെ ഇറച്ചി നമ്മൾ വേവിച്ചെടുക്കും. അപ്പോൾ മൊയിലിറച്ചി നമുക്ക് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ സവോള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. സവോള നമ്മൾ ഈ മൊയിലിൻ്റെ ഇറച്ചി വേവിച്ചെടുക്കുമ്പോൾ വളരെ കുറച്ച് ചേർത്താൽ മതി. കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് ചെറുതായിട്ടൊരു മധുരപ്പ് വരും. അപ്പോൾ വലിയ സവോള ആണെങ്കിൽ ആ സവോളയുടെ പകുതി എടുക്കുക. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്. ഈ കറിയിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും കുറച്ച് കൂടുതൽ ചേർക്കണം. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൊയിലിറച്ചിക്ക് ഒരു പ്രത്യേക ഒരു കുത്തുണ്ടാവും. ആ കുത്ത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കറിയിലേക്ക് നമ്മൾ ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയും കുരുമുളകും കുറച്ച് കൂടുതൽ ചേർക്കണം. ഞാൻ അതുകൊണ്ട് ഇവിടെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ഇടുക. പിന്നെ വേപ്പിൻ്റെ ഇല. ഇത് 4 കൂട്ടിയിട്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ മൊയിലിൻ്റെ ഇറച്ചി നമ്മൾ വേവിച്ചെടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ മൊയിലിൻ്റെ ഇറച്ചി ഒലത്തിയെടുക്കും. ആ മൊയിലിറച്ചി ഒലത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ആ വെളുത്തുള്ളി കുറച്ച് കൂടുതൽ എടുക്കണം. പിന്നെ വേപ്പിൻ്റെ ഇല. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകൾ ഞാനിവിടെ ഒരു 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി ആവശ്യത്തിന്, പിന്നെ കുരുമുളകിൻ്റെ പൊടി. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കുരുമുളകിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം തന്നെ നമുക്ക് മൊയിലിൻ്റെ ഇറച്ചി നമുക്ക് വേവിച്ചെടുക്കാം. നമുക്ക് ഏറ്റവും ആദ്യം തന്നെ നമുക്ക് മൊയിലിൻ്റെ ഇറച്ചി നമുക്ക് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ പാത്രത്തിലേക്ക് നമുക്ക് മൊയിലിറച്ചി ഇടാം. ഇഞ്ചിയും സവോളയും പച്ചമുളകും വേപ്പിൻ്റെ ഇലയും ചേർക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി നമുക്ക് മൊയിലിറച്ചി നമുക്ക് വേവിച്ചെടുക്കാനും വേണം. പിന്നെ നമുക്ക് ഈ കറി നമുക്ക് ഒലത്തിയെടുക്കാനും വേണം. നമുക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് മൊയിലിറച്ചി വേവിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. അത് ബീഫൊക്കെ നമ്മൾ വേവിച്ചെടുക്കണം പോലെയല്ല. ഇത് ബീഫിനേക്കാളും കുറച്ചും കൂടി പെട്ടെന്ന് നമുക്ക് മൊയിലിറച്ചി നമുക്ക് വെന്ത് കിട്ടും. നമുക്ക് അതനുസരിച്ച് ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർക്കാം. തീ ഓണാക്കാം. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഏറ്റവും ആദ്യം തന്നെ നമുക്ക് മൊയിലിൻ്റെ ഇറച്ചി നമുക്ക് വേവിച്ചെടുക്കാം. ഈ മൊയിലിൻ്റെ ഇറച്ചി നന്നായിട്ട് വെന്ത് ഇതിനകത്ത് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ മൊയിലിൻ്റെ ഇറച്ചി നമുക്ക് ഒലത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കൊന്ന് മൂടി വയ്ക്കാം. നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഇളക്കിയിടാം. നമുക്ക് ഇത് നമുക്കൊന്ന് മൂടി വയ്ക്കാം. മൊയിലിറച്ചി നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതെടുത്തിട്ട് നമുക്ക് ഒലത്തിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മൊയിലിറച്ചി നമുക്ക് ഒലത്തിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ചീഞ്ഞട്ടിയിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി നമുക്ക് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഏറ്റവും ആദ്യം നമുക്ക് വേപ്പിൻ്റെ ഇലയും നമുക്ക് ചതച്ചെടുത്ത ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചേർക്കാം. ഈ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മുരിയണം. അപ്പോൾ ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. തീ പതുക്കെ ഒന്ന് കുറച്ച് വയ്ക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചക്കുത്തൊക്കെ പോയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം. ഇതിലേക്ക് നമുക്ക് കുരുമുളകിൻ്റെ പൊടി ചേർക്കാം. കുരുമുളകിൻ്റെ പൊടി നമ്മൾ കുറച്ച് കൂടുതൽ ചേർക്കണം. ഇതിലേക്ക് നമ്മൾ കുരുമുളകിൻ്റെ പൊടി നമ്മൾ കൂടുതൽ ചേർക്കണേനും മുളകിൻ്റെ പൊടി നമ്മൾ വളരെ കുറച്ച് ചേർത്താൽ മതി. നമ്മുടെ മസാലകളൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഗരം മസാല ചേർക്കാം. മസാലകളൊക്കെ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കണം മൊയിലിൻ്റെ ഇറച്ചി ചേർക്കാം.
ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മസാലകളൊക്കെ ഈ ഇറച്ചിയിലേക്ക് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടി നമുക്കൊന്ന് വേവിക്കാം. അപ്പോൾ ഈ മസാലയ്ക്ക് ഈ ഇറച്ചിയിൽ നന്നായിട്ട് പിടിക്കും. അപ്പോൾ നമുക്കതൊന്ന് മൂടി വയ്ക്കാം. നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിടാം. നമ്മുടെ ഈ മുയൽ ഇറച്ചിയിലേക്ക് മസാലകളൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മുയൽ ഇറച്ചി ഒലത്തിയെടുത്ത് റെഡി ആയിട്ടുണ്ട്.